ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് ആണ് 17/4/84. മുരളി ഡേറ്റ് 3/2/2019. മുരളി സാരം. പദമാപദം ഭാഗ്യശാലി കി നിശാനി. പദമാപദം ഭാഗ്യശാലികളുടെ ലക്ഷണം. आज भाग्य विधाता बाप सभी भाग्यवान बच्चों को देख रहे हैं. ഇന്ന് ഭാഗ്യവിധാതാവായ ബാബ തന്റെ എല്ലാ ഭാഗ്യശാലികളായ കുട്ടികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരേക് ബ്രാഹ്മൺ ആത്മാ ഭാഗ്യവാൻ ആത്മാ ഹെ. ഓരോ ബ്രാഹ്മണ ആത്മാവും ഭാഗ്യവാൻ ആത്മാക്കളാണ്. ബ്രാഹ്മൺ ബന്ന അർത്ഥാത് ഭാഗ്യവാൻ ബന്ന, ഭഗവാൻ കാ ബന്ന അർത്ഥാത് ഭാഗ്യവാൻ ബന്ന. ബ്രാഹ്മണനാവുക എന്നാൽ ഭാഗ്യവാനാവുക എന്നതാണ്. ഭഗവാന്റേതായി തീരുക എന്നതിന്റെ അർത്ഥം തന്നെ സ്വയം ഭാഗ്യവാനായി മാറുക. ഭാഗ്യവാൻ തോ സബീഹി. ബാബ്ദാദ സൂചിപ്പിക്കാണ് എല്ലാവരും ഭാഗ്യവാൻ തന്നെയാണ്. ലേക്കിൻ ബാപ് കെ ബന്നെ കെ ബാദ് ബാപ് ദ്വാരാ ജോ ബിൻ ബിൻ ഖജാനോ കാ വർഷ പ്രാപ്ത് ഹോത്താ ഹെ. എന്നാൽ ബാബയുടേതായതിനു ശേഷം ബാബയിലൂടെ ഏതാണോ വ്യത്യസ്ത പ്രകാരത്തിലുള്ള ഖജനാവുകൾ പ്രാപ്തമാകുന്നത്, ശ്രേഷ്ഠ വർഷയ്ക്ക് അധികാർ കോ പ്രാപ്ത് കർ. ആ ശ്രേഷ്ഠമായിരിക്കുന്ന സ്വത്തിന്റെ അധികാരത്തെ നേടി അധികാരി ജീവൻ മേ ചലാന, അധികാരി ജീവിതം നയിക്കുക. प्राप्त हुए अधिकार को सदा सहज विधि द्वारा वृद्धि को प्राप्त करना, इसमें नंबरवार बन जाते. അഥവാ നേടിയിരിക്കുന്ന അധികാരത്തെ സദാ സഹജ വിധിയിലൂടെ കാര്യത്തിൽ ഉപയോഗിച്ച് അഭിവൃദ്ധിപ്പെടുത്തുന്നതിൽ നമ്പർവാർ ആകുന്നു. കോയി ഭാഗ്യവാൻ രഹ ജാതി, കോയി സൗഭാഗ്യവാൻ ബൻ ജാതി. ഇതിന്റെ കാരണത്താൽ ചില ആത്മാക്കൾ ഭാഗ്യവാനായി തന്നെ ഇരിക്കും, എന്നാൽ ചിലർ സൗഭാഗ്യവാന്മാരായി മാറുന്നു. കോയി ഹസാർ, കോയി ലാഖ്, കോയി പദമാപദം ഭാഗ്യവാൻ ബൻ ജാത്തെ. ചിലർ 1000, ചിലർ ലക്ഷങ്ങൾ, ചിലർ 10 മടങ്ങ് ഭാഗ്യവാന്മാരായി മാറുന്നു. ക്യോങ്കി ഖജാനെ കോ വിധി സെ കാര്യ മേ ലഗാന അർത്ഥ വൃദ്ധി കോ പാന. കാരണം നേടിയിരിക്കുന്ന ഖജനാവിനെ വിധിപൂർവം കാര്യത്തിൽ കൊണ്ടുവരിക അർത്ഥമാണ് അഭിവൃദ്ധി നേടുക എന്നത്. ചാഹെ സ്വയം കോ സമ്പൻ ബനാനെ കെ കാര്യമേ ലഗാവെ. അതിനെ സ്വയമിന്റെ സമ്പന്നമാകുന്ന കാര്യത്തിൽ ഉപയോഗിക്കാം. ചാഹെ സ്വയം കി സമ്പന്നത ദ്വാരാ അന്യ ആത്മാ കി സേവ കെ കാര്യമേ ലഗാവെ. അഥവാ സ്വയം സമ്പന്നതയിലൂടെ അന്യ ആത്മാക്കളുടെ സേവാർത്ഥം കാര്യത്തിൽ ഉപയോഗപ്പെടുത്താം. വിനാശി ധൻ ഖർച്ചനെ സെ ഗുട്ടതാ ഹെ. കാരണം ബാബ്ദാദ ഓർമ്മപ്പെടുത്തുകയാണ്, എത്രത്തോളം വിനാശി സമ്പത്ത് നാം ചെലവാക്കുന്നുവോ അത്ര തന്നെ അത് ഇല്ലാതായിത്തീരുന്നു അഥവാ കുറയുന്നു. അവിനാശി ധൻ ഖർച്ചനെ സെ പദം ഗുണ ബഡ്താ ഹെ. എന്നാൽ അവിനാശി സമ്പത്ത് ചെലവാക്കുന്നതിലൂടെ 10 മടങ്ങായി വർദ്ധിക്കുന്നു. ഇസ്ലിയെ കഹാവത്തെ ഖർച്ച് ഔർ ഖാവോ. അതുകൊണ്ട് തന്നെ പറയപ്പെടുന്നൊരു ചൊല്ലാണ് ചെലവാക്കൂ കഴിക്കൂ. ജിത്തന ഖർച്ചേങ്കെ കായേങ്കെ ഉത്തന ഷാഹോ കാ ഷാ ബാപ്പ് മാലാമാൽ ബനായേഗ. എത്രമാത്രം നാം ഈ സമയത്ത് ചെലവാക്കുന്നുവോ കഴിക്കുന്നുവോ അത്രത്തോളം ചക്രവർത്തിയുടെയും ചക്രവർത്തിയായ ബാബ നാം കുട്ടികളെ സമ്പന്നരിലും സമ്പന്നരാക്കി തീർക്കും. इसलिए जो प्राप्त हुए खजाने के भाग्य को सेवा अर्थ लगाते वो आगे बढ़ते हैं. അതുകൊണ്ട് ആരാണോ നേടിയിരിക്കുന്ന ഖജനാവുകളെ സേവാർത്ഥം കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് അവരിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. പദമാപദം ഭാഗ്യവാൻ അർത്ഥാത് ഹർ കദം മേ പദമോ കി കമായി ജമാ കർനെ വാലെ. പദമാപദം ഭാഗ്യവാൻ അർത്ഥമാണ് ഓരോ ചുവടിലും
10 മടങ്ങ് സമ്പാദ്യം ഉണ്ടാക്കുന്നവർ. और हर संकल्प से व बोल कर्म संपर्क से पदमों को पदमा गुणा सेवादारी बन सेवा में लगाने वाले. പിന്നീട് ഓരോ സങ്കല്പം, ഓരോ വാക്ക്, കർമ്മം സമ്പർക്കത്തിലും പദമങ്ങളെ 10 മടങ്ങ് സേവാധാരിയായി സേവയിൽ ഉപയോഗപ്രദമാക്കുന്നവർ. പദമാപദം ഭാഗ്യവാൻ സദാ ഫ്രാങ്ക് ദിൽ അവിനാശി അഖണ്ഡ് മഹാദാനി. പദമാപദം ഭാഗ്യവാൻ സദാ വിശാല മനസ്ഥിതിയുള്ളവനും അവിനാശിയും അഖണ്ഡ മഹാദാനിയും സർവപ്രതി സർവ ഖജാനെ ദേനെ വാലെ ദാതാ ഹോങ്കി. സർവരുടെ പ്രതി സർവ ഖജനാവും ദാനം ചെയ്യുന്ന ദാതാവായിരിക്കും. समय व प्रोग्राम प्रमाण സാധനോ പ്രമാൺ സേവാദാരി നഹി. സമയമനുസരിച്ച്, പ്രോഗ്രാം ഉള്ളതനുസരിച്ച്, സാധനങ്ങൾക്കനുസരിച്ച് സേവാദാരിയാകുന്നവരല്ല അഖണ്ഡ് മഹാദാനി. എന്നാൽ അവർ അഖണ്ഡ മഹാദാനികളായിരിക്കും. വാച നഹി തോ മനസ വ കർമ്മണ. വചനം കൊണ്ട് സേവനം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മനസ്സുകൊണ്ട് അഥവാ കർമ്മണം കൊണ്ടെങ്കിലും സേവനം ചെയ്യും. संबंध संपर्क द्वारा किसी न किसी विधि द्वारा अकुट अखंड खजाने के निरंतर सेवादारी. സംബന്ധ സമ്പർക്കത്തിലും ഏതെങ്കിലും വിധിയിൽ കൂടി അഖണ്ഡവും അക്ഷയവുമായിരിക്കുന്ന സമ്പത്തിന്റെ നിരന്തരം സേവാധാരിയായിരിക്കും. सेवा के भिन्न भिन्न रूप होंगे लेकिन सेवा का लंगर सदा चलता रहेगा. വ്യത്യസ്ത പ്രകാരത്തിലുള്ള സേവാരീതികൾ അവർ സ്വീകരിക്കുമ്പോഴും സേവ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കും. ജൈസെ നിരന്തർ യോഗി ഹോ വൈസെ നിരന്തർ സേവാദാരി. ഏതുപോലെ നിരന്തരം യോഗികൾ അതുപോലെ അവർ നിരന്തരം സേവാധാരികളായിരിക്കും. निरंतर सेवादारी सेवा का श्रेष्ठ फल निरंतर खाते और खिलाते रहते. നിരന്തരം സേവാധാരികൾ സേവയുടെ ശ്രേഷ്ഠ ഫലം നിരന്തരം സ്വയം കഴിക്കുകയും മറ്റുള്ളവരെയും കഴിപ്പിച്ചുകൊണ്ടിരിക്കും. अर्थात स्वयं ही सदा का फल खाते हुए प्रत्यक्ष स्वरूप बन जाते. സ്വയം സദാ ഫലം കഴിക്കുന്നതിലൂടെ പ്രത്യക്ഷ സ്വരൂപരായി മാറുന്നു. ബാപ്ദാദ നമസ്തേ പറയുന്നു. സബി പദം ആസൻധാരി പദമാപദം ഭാഗ്യവാൻ. എല്ലാ പദ്മ ആസനധാരിയായ പദമാപദം ഭാഗ്യവാനരായ സദാ ഹർ സെക്കൻഡ് ഹർ സങ്കല്പമേ നിരന്തര സേവാധാരി. സദാ ഓരോ സെക്കൻഡ് ഓരോ സങ്കല്പത്തിലൂടെ നിരന്തരം സേവാധാരികളായ सदा फ्रैंक दिल बन सर्व खजानों को देने वाले सदा मास्टर दाता. സദാ വിശാല ഹൃദയമുള്ളവരായി സർവ ഖജനാവുകളെയും ദാനം ചെയ്യുന്ന മാസ്റ്റർ ദാത്ത. സദാ സ്വയം की संपन्नता द्वारा औरों को भी संपन्न बनाने वाले. സദാ സ്വയം തന്റെ സമ്പന്നതയിലൂടെ മറ്റുള്ള ആത്മാക്കളെയും സമ്പന്നരാക്കുന്ന ശ്രേഷ്ഠ ഭാഗ്യ അധികാരി ശ്രേഷ്ഠ ഭാഗ്യ അധികാരികളായ സദാ ശ്രേഷ്ഠ സപൂത്ത് ദേനെ വാലെ സപൂത്ത് ബച്ചോं को. സദാ ശ്രേഷ്ഠമായിരിക്കുന്ന തെളിവ് നൽകുന്ന സൽപുത്രരായ മക്കൾക്ക് ബാപ്ദാദാ കാ യാദ് പ്യാർ ഓർ നമസ്തേ. ബാപ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. വരദാൻ. फरिश्ता स्वरूप की स्मृति द्वारा बाप की छत्र छाया का अनुभव करने वाले विघ्न जीत. ഫരിഷ്ത സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ ബാബയുടെ ഛത്രഛായയുടെ അനുഭവം ചെയ്യുന്ന വിഘ്നത്തെ ജയിക്കുന്നവരായി ഭവിക്കൂ. വിശദീകരണം. अमृत वेले उठते ही स्मृति में लावो कि मैं फरिश्ता हूँ. അമൃത് വേളയിൽ ഉണരുമ്പോൾ തന്നെ ഈ സ്മൃതി ഉണ്ടായിരിക്കണം, ഞാൻ ഫരിസ്തയാകുന്നു. ब्रह्मा बाप को यही दिल पसंद गिफ्ट दो
तो रोज अमृत वेले बाप दादा आपको अपनी बाहों में समा लेंगे. നിത്യവും ബ്രഹ്മഭാവയ്ക്ക് ഹൃദയസ്പർശിയായ ഈ ഗിഫ്റ്റ് നൽകുക. അപ്പോൾ ദിവസവും അമൃത് വേളയിൽ ബാപ് ദാദ തന്റെ കരങ്ങളിൽ നിങ്ങൾ കുട്ടികളെ സമാവേശം ചെയ്യും. അനുഭവ കരേങ്കി കി ബാബ കി ബാഹോ മേ ഹെ. അപ്പോൾ സ്വയം അനുഭവം ചെയ്യുന്നു, ഞാൻ ബാബയുടെ കരങ്ങൾക്കുള്ളിലാണ്. അതേന്ദ്രിയ സുഖമേ ജൂൽ രഹേ ഹെ. അതേന്ദ്രിയ സുഖത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്നു. जो फरिश्ते स्वरूप की स्मृति में रहेंगे, उनके सामने कोई परिस्थिति व विघ्न आएगा भी तो बाप उनके लिए छत्रछाया बन जाएंगे. ആരാണോ ഫരിസ്ത സ്വരൂപത്തിന്റെ സ്മൃതിയിലിരിക്കുന്നത്, അവരുടെ മുന്നിൽ ഏതൊരു പരിതസ്ഥിതിയോ അതോ വിഘ്നങ്ങളോ വരുകയാണെങ്കിൽ ബാബ അവരുടെ മുന്നിൽ ഛത്രഛായയായി മാറുന്നു. तो बाप की छत्र छाया व प्यार का अनुभव करते विघ्न जीत बनो. അതുകൊണ്ട് ബാബയുടെ ഛത്രഛായയുടെയും ബാബയുടെ സ്നേഹത്തിന്റെയും അനുഭവം ചെയ്ത് വിഘ്നങ്ങളെ ജയിക്കുന്നവരാകൂ. സ്ലോഗൻ. സുഖസ്വരൂപാത്മാ സ്വസ്ഥിതി से परिस्थिति पर सहज विजय प्राप्त कर लेती है. സുഖസ്വരൂപരായ ആത്മാവ് തന്റെ സ്വസ്ഥിതിയിൽ കൂടി പരിതസ്ഥിതികൾക്കുമേൽ എളുപ്പത്തിൽ തന്നെ വിജയം പ്രാപ്തമാക്കുന്നു. ഓം ശാന്തി.